ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്ന കാവ്. അവിടെ നാടിന് കാവലായി ഒരു ഭഗവതിയും. അതെ, കേരളത്തിന്റെ സ്വന്തം ഇരിങ്ങോലക്കാവ്. നിരവധി ചരിത്രവും ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ഇരിങ്ങോലക്കാവ് ക്ഷേത്രം. ഏകദേശം 50 ഏക്കറോളം സ്ഥലത്താണ് ഇരിങ്ങോലക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അപൂർവങ്ങളായ വൃക്ഷങ്ങളും പക്ഷികളും പ്രാണികളും ഉഭയജീവികളുമുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങളാണ് ഭഗവതിയുടെ കാവലാൾ. അവിടുത്തെ മരങ്ങൾ മുറിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ആയുസ് കഴിഞ്ഞാൽ മരത്തിന് സ്വാഭാവികമായ മരണം സംഭവിക്കും. നിലത്ത് വീണ കൊമ്പോ മരമോ ആരും കൊണ്ടുപോകില്ല. ഒടുവിൽ മരം മണ്ണോട് ചേരുകയാണ് പതിവ്. മണമുള്ള പൂക്കളോ പൂജാദ്രവ്യങ്ങളോ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല. ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ലാത്തതിനാലാണ് മണമുള്ള ഒരു വസ്തുവും ഉപയോഗിക്കാത്തത്. ചെത്തി, തുളസി, താമര എന്നീ പൂക്കളല്ലാതെ മറ്റൊരു പൂവും ഇവിടെ പൂജയ്ക്ക് എടുക്കുകയുമില്ല. സുഗന്ധമുള്ള പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല എന്നു മാത്രമല്ല, മുല്ലപ്പൂ, പിച്ചിപ്പൂവോ ചൂടി വരുന്ന സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനവുമില്ല. പൂവ് മാറ്റിയതിനു ശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കൂ. കൃഷ്ണ സഹോദരിയാണ് ദേവി എന്നാണ് വിശ്വാസം. അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അശരീരി ഉണ്ടായി. ഇതോടെ ദേവകിയെയും വസുദേവരെയും കംസൻ തടവിലാക്കി. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. കംസൻ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്തേക്കുയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൽ എന്നായി മാറി എന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാട് ശർക്കരയാണ്. അതിനെക്കുറിച്ചും ഐതിഹ്യമുണ്ട്. അരിവാൾ മൂർച്ച കൂട്ടാനായി നാട്ടുകാരിൽ ഒരാൾ അടുത്തു കണ്ട കല്ലിൽ ഉരച്ചു. അപ്പോൾ കല്ലിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ഭയന്നു പോയ അയാൾ അടുത്തുള്ള മനയിലേക്ക് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു. അവിടെ ദേവീ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കാരണവർ വെള്ളവും ശർക്കരയും നേദിച്ചു. അന്ന് മുതലാണ് ശർക്കരയുടെ പ്രധാന വഴിപാടായത്. ദേവിയെ ബാലികയായി സങ്കല്പിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ വിവാഹവും നടത്താറില്ല എന്നത് ഇവിടുത്തെ മറ്റൊരു അപൂർവതയാണ്.